നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പാൽപ്പുട്ട് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡിമെയ്ഡായിട്ട് വാങ്ങിയ പുട്ടുപൊടിയാണ് കേട്ടോ. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പുട്ടുപൊടിക്ക് നമ്മൾ സെയിം എന്തോരാണ് പൊടി എടുക്കുന്നത് ആ ഒരു സെയിം അളവിൽ തന്നെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് അളവിൽ പുട്ടുപൊടിക്ക് 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ പാലിലും ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറൊരു രീതിയിൽ റെഡിയാക്കുന്ന ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ച് വേണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പുട്ടുപൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടു വന്നിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതൊരു 30 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലെ കട്ടകളൊക്കെ നല്ലപോലെ ഉടച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊക്കെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ പുട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ നല്ല മയമുള്ള പുട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇതിലെ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ നമ്മുടെ പൊടിയൊക്കെ ഉതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പുട്ടുപൊടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ, അതായത് ഒരു 1/3 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാവരും കൂടി നല്ല പോലെ കൈവച്ച് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സായി വരുന്നത് വരേക്കും നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുട്ട് റെഡിയാക്കാം. അപ്പോൾ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ പുട്ട് റെഡിയാക്കുന്ന പോലെ തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ പുട്ടുപൊടി തേങ്ങ എന്നുള്ള രീതിയിൽ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. 2 കഷ്ണങ്ങളായോ അതല്ലെങ്കിൽ 3 കഷ്ണങ്ങളായി കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 പീസസായി കിട്ടുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിതിൽ വേണമെങ്കിൽ മധുരം ചേർത്തിട്ടും റെഡിയാക്കാം. ഞാനിപ്പോൾ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതേപോലെ നമുക്ക് ഇത് ഏത് കറികളുടെ കൂടെ ആയാലും അതില്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് ഇത്രയും ഒരളവിൽ എടുക്കുകയാണെങ്കിൽ 2 കണ പുട്ടാണ് കേട്ടോ റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ നമ്മളിത് നല്ല പോലെ നമ്മുടെ കുറ്റിയിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പുട്ടുകുറ്റിയിലേക്ക് പൊടിയൊക്കെ നിറച്ച് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ അടുപ്പത്ത് പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് പുട്ടുകുറ്റി നമ്മുടെ പുട്ടുകുടത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പുട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ടുകുറ്റി ഇറക്കി വെക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ആവി വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ആവി വന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോഴത്തേന് നമ്മുടെ പുട്ടൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ചൂടോടുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കാണിക്കാം എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ടി ഇരിക്കുന്നതെന്ന്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പുട്ടി ഇരിക്കുന്നത്. നല്ല പഞ്ഞിപ്പദം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളുടെ കൂടെയോ അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോകളായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ, താങ്ക്